അള്ളാഹുവിൻ്റെ മനോഹരമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് ഹലീം എന്നത്. സഹനമുള്ളവൻ എന്ന് നമുക്കിതിന് അർത്ഥം പറയാം. പരിശുദ്ധമായ ഖുർആനിൽ 11 പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അബ്ജദിയ്യത്ത് 88 ആണ്. തെമ്മാടികളായ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു, അവരുടെ ശിക്ഷയെ പിന്തിപ്പിക്കുന്നു, അവർ ചെയ്ത തിന്മയുടെ കാരണം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടാൻ എല്ലാ നിലക്കും ബന്ധപ്പെട്ടവരാണെങ്കിലും അവർ തൗബ ചെയ്യട്ടെ എന്ന നിലക്ക് അവരെ ശിക്ഷിക്കാതെ അവർക്ക് വിട്ടുവീഴ്ചയും സാവകാശവും നൽകുന്നവൻ എന്നാണ് ഹലീം എന്നതിൻ്റെ അർത്ഥം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അടിമകൾ ചെയ്യുന്ന സർവദോഷങ്ങളും അല്ലാഹു തആല അറിയുന്നുണ്ട്. അടിമകളുടെ പ്രവർത്തനത്തിൽ വരുന്ന ദോഷങ്ങൾ, വാക്കുകളിൽ വരുന്നത്, ചിന്തകളിൽ വരുന്നത്, അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധ ഉണ്ടാവുക എന്ന ദോഷം, ഇങ്ങനെയുള്ള സർവദോഷങ്ങളും അള്ളാഹു അറിയുന്നു. എന്നിട്ടും അള്ളാഹു അവരുടെ മേലിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരു സാവകാശം നൽകുന്നു. അവരുടെ ശിക്ഷയെ, അല്ലെങ്കിൽ അവർ പ്രവർത്തിച്ച തിന്മ കാരണത്താൽ അവർക്ക് ലഭിക്കേണ്ടുന്ന ശിക്ഷയെ അല്ലാഹു തആല പിന്തിപ്പിക്കുകയാണ്. ഇതാണ് ഹലീം എന്നതിൻ്റെ അർത്ഥം. ഹലീം എന്ന പദം ഹിൽമ് എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഹിൽമ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ശിക്ഷയെ ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ അവന് ശിക്ഷ ലഭിക്കാതിരിക്കുക. ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അടിമയിൽ നിന്ന് ശിക്ഷയെ ബന്ധപ്പെടുത്തുന്ന രൂപത്തിലുള്ള തെറ്റ് ഉണ്ടാവുകയും അവൻ തൗബ ചെയ്യട്ടെ എന്ന നിലക്ക് അവനെ പിന്തിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഹലീമായ അള്ളാഹു. സത്യവിശ്വാസികളിൽ തിന്മ ഉണ്ടാകുമ്പോൾ അവർ തൗബ ചെയ്യുന്നത് വരെ അല്ലാഹു തആല അവരെ ശിക്ഷിക്കാതിരിക്കുന്നത് അള്ളാഹു ഹലീമായതുകൊണ്ടാണ്. അവരെ ശിക്ഷിക്കലിലേക്ക് അള്ളാഹു ഉളരാത്തത്, പെട്ടെന്ന് അവരെ ശിക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു തആല പോകാത്തത് അള്ളാഹുവിന് ശിക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല. ശിക്ഷിക്കാൻ എല്ലാ നിലക്കുമുള്ള കഴിവ് ഉണ്ടാകലോടുകൂടെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് ഹലീമിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തു, നമുക്ക് അവരെ ശിക്ഷിക്കാൻ സാധ്യവുമല്ല. ഒന്നുകിൽ അവരെ ശിക്ഷിക്കാനുള്ള ധൈര്യം നമുക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് നമുക്കില്ല. എന്നിട്ട് നമ്മൾ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നത് നമ്മൾ ഹലീമായത് കൊണ്ട് അല്ല. ഹലീമാവുക എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കാൻ എല്ലാ നിലക്കും കഴിവുള്ളതോടുകൂടെ തന്നെ ആ ശിക്ഷയെ പിന്തിപ്പിക്കുക എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ അള്ളാഹു ഹലീമായതുകൊണ്ട് അള്ളാഹു അടിമകൾ തെറ്റ് ചെയ്യുമ്പോഴും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിർത്തിവെക്കുന്നില്ല. ലൗലം യകുൻ ലഹു തആല ഹിൽമുൻ ലം യബ്ഖ അലൽ അർളി അഹദുൻ. ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, അള്ളാഹുവിന് ഹിൽമ് എന്ന സ്വഭാവം ഇല്ലെങ്കിൽ അത് ഒരു സിഫത്തുൻ ഫിഅലിയത്താണ്. ആ ഒരു സ്വഭാവം അള്ളാഹുവിന് ഇല്ലെങ്കിൽ, അള്ളാഹു ഹലീമായിട്ടില്ല എങ്കിൽ ഭൂമിയുടെ മുകളിൽ ഒരാളും അവശേഷിക്കുകയില്ല.
കാരണം എല്ലാത്തിനെയും ശിക്ഷിച്ച് അല്ലാഹു തആല നശിപ്പിച്ചിട്ടുണ്ടാകും. അപ്പം നശിപ്പിക്കപ്പെടാതെ എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് കഴിയാൻ സാധിക്കുന്നത് അള്ളാഹു ഹലീമായതുകൊണ്ടാണ്. അള്ളാഹുവിനെക്കുറിച്ച് അവനാണ് ഹലീം എന്ന ഒരു ബോധം, ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ ഹിൽമിലേക്ക്, ആ സഹനത്തിലേക്ക് അവൻ സമാധാനം കണ്ടെത്തുകയും എപ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും അള്ളാഹുവിനെ കൊണ്ട് സന്തോഷിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവന് സാധിക്കുകയും ചെയ്യും. ഹലീം എന്ന ഇസ്മുമായി ഒരു മനുഷ്യന് തഅല്ലുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ആ ഒരു ഹിൽമിൽ അവൻ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനാകും. അള്ളാഹു അവന് വലിയ അനുഗ്രഹമാണ് ചെയ്തത്. അവനിൽ തെറ്റ് സംഭവിച്ചിട്ട് പോലും അള്ളാഹു അവനെ ശിക്ഷിച്ചില്ല എന്ന ചിന്താഗതിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ അവന് സാധിക്കും. ആഖിറത്തിലേക്ക് അവൻ്റെ കാര്യം എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങാനും അവന് സാധിക്കുന്നതാണ്. ഈ ഇസ്മുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന ആളുകളിൽ കാണപ്പെടുന്ന ഒരു പ്രകടമായ സ്വഭാവം, അവൻ്റെ അടുക്കൽ അവനെ മദ്ഹ് ചെയ്യുന്നവരും ആക്ഷേപിക്കുന്നവരും സമമായിരിക്കും. അവനെ പ്രയാസപ്പെടുത്തുന്നവരും അവന് ഗുണം ചെയ്യുന്നവരും സമമായിരിക്കും. എന്ന് മാത്രമല്ല, അവനെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അവർക്ക് അള്ളാഹു തൗബ നൽകാൻ വേണ്ടി, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവരായി മാറാൻ വേണ്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സ്വഭാവം അവരിലുണ്ടാകും. അതുകൊണ്ടാണ് അമ്പിയാക്കളുടെ നേതാവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള എല്ലാ നബിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ആ നബിമാരെ പ്രയാസപ്പെടുത്തിയ, ബുദ്ധിമുട്ടിച്ച ആളുകൾക്ക് വേണ്ടിയൊക്കെ അവർ നന്നാകാൻ വേണ്ടി ആ നബിമാര് ദുആ ചെയ്തിരുന്നു എന്നാണ്. ത്വായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രയാസപ്പെടുത്തിയ മനുഷ്യന്മാരെ നശിപ്പിക്കട്ടെയോ എന്ന് നബി തങ്ങളുടെ അടുക്കൽ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം ചോദിച്ചപ്പോൾ അവരറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ ജിബ്രീൽ, അവരെ ശിക്ഷിക്കരുത് എന്ന് പറയാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും നബി തങ്ങൾക്ക് സാധിച്ചത് നബി തങ്ങൾ ഈ ഹലീം എന്ന ഇസ്മുമായി ബന്ധം പുലർത്തി ആ ഹലീം കൊണ്ട് സ്വഭാവം സിദ്ധിച്ചതുകൊണ്ടാണ്. ഹലീം എന്ന ഇസ്മുമായിട്ട് നമ്മൾ സ്വഭാവം സിദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹാന്മാര് പറയുന്നു, നിനക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ സംഭവിക്കുമ്പോൾ ആ ദേഷ്യത്തെ കടിച്ചൊതുക്കി അതിൽ നീ സഹനമുള്ളവനായി മാറണം. ദേഷ്യത്തെ കടിച്ചൊതുക്കുക എന്ന് പറഞ്ഞാൽ മഹത്തരമായൊരു സ്വഭാവമാണ്. ചില സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, നബിയെ, എനിക്കെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നല്ല അമല് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ അവർക്ക് കൊടുത്ത നിർദ്ദേശം നീ ദേഷ്യപ്പെടരുത് എന്നാണ്. ദേഷ്യം എന്നത് സാധാരണക്കാരായ നമ്മുടെയൊക്കെ നഫ്സിൽ, ശരീരങ്ങളിൽ ഊട്ടപ്പെട്ട ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചെറിയ മക്കൾ
ആ മക്കളുടെ കൈ തട്ടി ഒരു ഗ്ലാസോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ പൊട്ടിപ്പോയാൽ തീർച്ചയായും ആ ഗ്ലാസ് പൊട്ടിത്തെറിച്ചതിൻ്റെ എത്രയോ ഇരട്ടി ശബ്ദത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് കാണാം. ആ ഗ്ലാസ് അവിടെ വെച്ചവരെയും അതേപോലെ തന്നെ അത് പൊട്ടിച്ച ചെറിയ മക്കളെയും വളരെ ദേഷ്യത്തിൽ ചീത്ത വിളിക്കുന്ന സ്വഭാവം പല ആളുകളിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ആ ഒരു സംഭവം നടന്ന് പിറ്റേ ദിവസം നമ്മുടെ കൈകൊണ്ട് ഗ്ലാസ് പൊട്ടിപ്പോയാൽ, നമ്മളുടെ കൈ തട്ടിയിട്ടോ മറ്റോ വേറെ ഏതെങ്കിലും വസ്തുക്കൾ നശിച്ചു പോയാൽ, പൊട്ടി തരിപ്പണമായാൽ, അവിടെ നാം അതൊരു അബദ്ധം മാത്രമായി കാണുന്നു. അതല്ലെങ്കിൽ അവിടെയും ആ വസ്തു ആരാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നന്വേഷിച്ച് അവരോട് ദേഷ്യം പിടിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. ഈ അവസ്ഥകൾ നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള ആളുകളിൽ എന്ത് അബദ്ധങ്ങൾ വരുമ്പോഴും അവർക്ക് മാപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ചില ആളുകൾ ചെയ്യാറുണ്ട്, അവരെക്കാൾ സ്റ്റാൻഡേർഡുള്ള ആളുകളിൽ തിന്മകൾ സംഭവിക്കുമ്പോൾ, പണക്കാരുടെ മക്കളിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ലാഘവത്തോടെ കാണുകയും പാവപ്പെട്ടവൻ്റെ മക്കളിൽ തെറ്റുകൾ കാണുമ്പോൾ അതിനെ ഗൗരവത്തോടെ ദേഷ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുകയും ചെയ്യുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമ്മിലേക്ക് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഹലീമായ, ആ മഹത്തരമായ ഹലീം എന്ന ഇസ്മ കൊണ്ട് സ്വഭാവം സിദ്ധിക്കുന്നതിൻ്റെ വല്ലാത്ത പരിപൂർണമായൊരവസ്ഥയാണത്. ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തിയവർക്ക് മാപ്പ് നൽകുക മാത്രമല്ല, അങ്ങോട്ട് ഗുണം ചെയ്തു കൊടുക്കുക. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നാലിന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചീത്തയായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉടനെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ബോക്സിൽ നല്ല വിലപിടിപ്പുള്ള ഈത്തപ്പഴം തന്നെ കുറ്റം പറഞ്ഞ, ചീത്ത പറഞ്ഞ ആൾക്ക് കൊടുത്തയക്കുകയാണ്. അവൻ എനിക്ക് ഒരുപാട് ഹസനാത്തുകൾ തന്നില്ലേ, അവൻ്റെ നന്മകൾ എനിക്ക് തന്നില്ലേ, ഇതിന് പകരമായി ഈ നല്ല വസ്തു അവന് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതൊക്കെ അവരുടെ ആ ഹലീം കൊണ്ടുള്ള സ്വഭാവം സിദ്ധിക്കലിൻ്റെ ഉദാഹരണങ്ങളാണ്. നമ്മോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുക, അതേപോലെ തന്നെ നന്മ കൊണ്ട് നമ്മളതിന് പ്രതിഫലമായിട്ട് നമ്മൾ ചെയ്യുക. ചീത്ത പറഞ്ഞ ആളോട് തന്നെ ചില മഹത്തുക്കൾ പറഞ്ഞത് കാണാം, എൻ്റെ ആളുകൾ, എൻ്റെ ജനത അവർ വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് അവർ ഇവിടെ എത്തുന്നതിന് മുമ്പ് നിനക്കെന്നെ പറയാനുള്ള ചീത്തയൊക്കെ പരിപൂർണമാക്കിയിട്ട് നീ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ പറഞ്ഞോളൂ. എൻ്റെ കൂട്ടുകാരായ ആളുകൾ നീ എന്നെ ചീത്ത വിളിക്കുന്നത് കേട്ടുകൊണ്ട് വന്നാൽ അവർ നിനക്ക് പ്രയാസമുണ്ടാക്കും, അവർ നിന്നെ കൈകാര്യം ചെയ്യും, അതുകൊണ്ട് അവർ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാ ചീത്തകളും പറഞ്ഞു തീർത്തോളൂ എന്ന് തന്നെ ചീത്ത വിളിക്കുന്ന ആളോട് പറഞ്ഞ മുൻഗാമികൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനിയായ ഒരു മഹൽ വ്യക്തിത്വമാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരെ, ബസറയുടെ ജനനിബിഡമായ, ജനങ്ങൾ തടിച്ചുകൂടിയ അങ്ങാടിയിൽ വെച്ചൊരാൾ ഒരുപാട് ചീത്ത പറഞ്ഞപ്പോൾ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വളരെ ഭവ്യതയോടുകൂടെ ആ ചീത്ത മുഴുവനും നിന്ന് കേൾക്കുകയാണ്. അവിടുത്തെ കണ്ണിൽ നിന്ന് വെള്ളം ധാരധാരയായി വീഴുന്നുണ്ട്. ചീത്ത വിളിച്ച് ശകാരിച്ച് തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ആ മനുഷ്യൻ്റെ
കുറ്റപ്പെടുത്തലുകളും ചീത്ത പറച്ചിലും കഴിഞ്ഞപ്പോൾ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വളരെ സൗമ്യനായി ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മൊത്തത്തിൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഞാനൊരു മോശക്കാരനാണ്, ഒരു വൃത്തികെട്ടവനാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഞാനൊരു മോശക്കാരനാണെങ്കിൽ ഞാൻ നന്നാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതല്ല, നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നിലില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും അത് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാം എന്ന് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ഉടനെ ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് മാപ്പപേക്ഷിച്ചു എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കൊക്കെ സഹനശക്തി വളരെ കുറവാണ്, ദഹനശക്തി കൂടുതലുമാണ്. ദഹനശക്തിയല്ല നമുക്ക് വേണ്ടത്, സഹനശക്തിയാണ് നമുക്ക് വേണ്ടത്. ഹലീം എന്ന ആ മഹത്തായ ഇസ്മിനെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ വളരെ ഗൗരവപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ചൊല്ലിയിരുന്ന ഒരു ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ അലീം. ഹലീം എന്ന നാമം ഉൾക്കൊണ്ട ഒരു ദിക്റാണ്, മഹത്തായ ഒരു ദിക്റാണിത്. വിഷമാവസ്ഥകളിലുള്ള ആളുകൾ ഈ ദിക്റിനെ ചൊല്ലുന്ന സമയത്ത് തീർച്ചയായും അവർക്ക് വലിയതായിരിക്കുന്ന ഒരു സന്തോഷവും വിജയവും ഒരു കാവലും ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹലീം എന്ന ഇസ്മുമായിട്ട് നമ്മൾ കൂടുതലായി ബന്ധം പുലർത്തുമ്പോൾ തീർച്ചയായും അള്ളാഹുവിനോടുള്ള മഹബത്ത് നമ്മളിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. കാരണം എൻ്റെ റബ്ബിനിഷ്ടമില്ലാത്ത പലതും എൻ്റെ വാക്കുകളിൽ, പ്രവർത്തികളിൽ, ചിന്തകളിൽ വരുന്നു. എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കാതെ എനിക്കാവശ്യമായ അനുഗ്രഹങ്ങളൊക്കെ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ, ആ റബ്ബിനെ ഞാൻ സ്നേഹിക്കൽ എൻ്റെ ബാധ്യതയാണ് എന്ന നിലക്ക് ആ റബ്ബിനെ കൂടുതലായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആ റബ്ബിൽ നിന്ന് ഒരു ഹയാ, ലജ്ജ ഉണ്ടാകും. എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിക്കാത്തത്, എന്നെ ശിക്ഷിക്കാൻ റബ്ബിന് കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് എല്ലാ നിലക്കും എന്നെ ശിക്ഷിക്കാനുള്ള കഴിവുള്ളതോടുകൂടെ ആ റബ്ബിൻ്റെ ആ ഒരു മൃദുലതയാണ്, ആ ഒരു മയമാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്നിട്ടും വീണ്ടും ഞാൻ തിന്മകളിലേക്ക് പോകുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന ആ ഒരു ചിന്താഗതി അവനിൽ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും റഹ്മത്തിലും പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ അവനിൽ ഉണ്ടാകും. ഞാൻ തൗബ ചെയ്യട്ടെ, തെറ്റ് ചെയ്ത എന്നെ റബ്ബ് ശിക്ഷിക്കാതെ വിട്ടത് ഞാൻ തൗബ ചെയ്യാനാണല്ലോ, ഞാൻ വേഗത്തിൽ തൗബ ചെയ്യട്ടെ എന്ന ചിന്താഗതി അവനിൽ ഉണ്ടാകും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദേഷ്യം തീർച്ചയായും ഉണ്ടാകുന്നതിനെ തൊട്ടൊരു ഭയം, തൗബ ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്കെൻ്റെ റബ്ബ് നൽകിയിട്ട് ഞാൻ തൗബ ചെയ്യാതിരുന്നാൽ എൻ്റെ സൃഷ്ടാവായ റബ്ബിനെന്നോട് ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ നശിച്ചു പോകുമല്ലോ എന്നുള്ള ആ ഒരു പേടി. അതേപോലെ തന്നെ ഈ സ്വഭാവങ്ങൾ, അതൊക്കെ എൻ്റെയും സ്വഭാവമാക്കി ഞാൻ മാറ്റേണ്ടതുണ്ടല്ലോ. എൻ്റെ വൃത്തികെട്ട സ്വഭാവങ്ങളൊക്കെ മാറ്റി എന്നിൽ ഈ ഹലീമാവുക എന്ന മഹത്തരമായ സ്വഭാവങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഇതൊക്കെ തീർച്ചയായും ആ മനുഷ്യനിൽ ഉണ്ടാകും എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ ഹലീം, അഫൂവ്, ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഹലീമും അഫൂവും തമ്മിലുള്ള വ്യത്യാസം, ഹലീം എന്ന് പറയുമ്പോൾ അള്ളാഹു ശിക്ഷിക്കലിലേക്ക് അല്ലെങ്കിൽ ആ ശിക്ഷയെ വെളിവാക്കുന്നതിനെ തൊട്ട് തന്നെ തിരിഞ്ഞു കളയുന്നവൻ എന്നാണ്. ശിക്ഷിക്കാനേ അള്ളാഹു താല മുതിരുന്നില്ല. അഫുവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത
ആ ഒരു തിന്മയെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് മാപ്പ് ചെയ്യുന്നവൻ. ഇങ്ങനെ പല അർത്ഥത്തിൽ ഇതിൻ്റെ വിശദീകരണങ്ങളും വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു ഈ ഇസ്മ കൊണ്ട് സ്വഭാവം ശ്രദ്ധിക്കാൻ നമുക്ക്